സൂറത്തുൽ ഫജ്റിലെ ആദ്യത്തെ 16 ആയത്തുകൾ എല്ലാവരും മുസാഫിൽ നോക്കുക. ഒരുമിച്ച് പാരായണം ചെയ്യാം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൂചിപ്പിക്കാം. എല്ലാവരും എൻ്റെ കൂടെ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മൈക്ക് മ്യൂട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫജ്റിലെ ജീമിന് സുക്കൂനുണ്ട്. ഖൽഖലത്ത് നൽകണം. റാ നാം പറഞ്ഞിട്ടുള്ളതാണ്, തഫ്ഖീമാണ് ഈ റാഇൻ്റെ ഹുക്മ്. വൽ ഫജ്ർ വലയാലിൻ ഇൽഹാർ ചെയ്യണം ആ തൻവീനിനെ ഐനിൻ്റെ മുമ്പിൽ വന്നതിനാൽ. അശ്ർ എന്നതിലെ റാഇനെയും തഫ്ഖീം ചെയ്യണം. വലയാലിൻ അശ്ർ. വശഫ്ഇ എന്ന് പറയുമ്പോൾ ഫാഇൻ്റെ സുക്കൂൻ ഷഫ്ഇ എന്ന് ഹർക്കത്ത് പോലെ ചലിപ്പിച്ച് പറയരുത്, സൂക്ഷിക്കുക. വൽവത്ത് ആ താഇൻ്റെ സുക്കൂനും അങ്ങനെ തന്നെ റാഇനെ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് വഖഫ് ചെയ്യുമ്പോൾ ഉച്ചരിക്കേണ്ടത്. വശഫ്ഇ വൽവത്ത്. ഇദാ യസ്രി അവിടെയും വഖഫ് ചെയ്യുമ്പോൾ റാഇനെ തഫ്ഖീം ചെയ്യണം. യസ്ർ. വല്ലൈലി ഇദാ യസ്ർ. അടുത്തതിൽ ലിദീ ഹിജ്ർ ആ റാഇന് തർക്കീക്ക് കൊടുക്കണം എന്നത് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചതാണ്. കാരണം റാഇന് മുമ്പിൽ സാക്കിനായ യാ അല്ലാത്തൊരക്ഷരവും എന്നാൽ തൊട്ടു മുമ്പിലുള്ളത് കസ്റുമായതുകൊണ്ട് ഈ റാഇൽ വഖഫ് ചെയ്യുമ്പോൾ തർക്കീഖാണ് വരിക. ഖസമുല്ലിദി എന്നിടത്ത് ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ പൂർണ്ണമായും ലയിപ്പിക്കുക. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ. അലം തറ ആ മീമിനെ മണിക്കാൻ പാടില്ല, ഇൽഹാർ ഷഫവി. ബിആദ് വഖഫ് ചെയ്യുമ്പോൾ ദാലിന് ഖൽഖലത്ത് വരുന്നു. വഖഫിന് വേണ്ടി പുതുതായി സുക്കൂൻ വരുന്നതിനാൽ ആ ദീർഘത്തിന് 4 or 6 ഹർക്കത്ത്. 4 ഹർക്കത്തിൻ്റെ അളവിൽ മധ്യം അല്ലെങ്കിൽ 6 ഹർക്കത്തിൻ്റെ അളവിൽ ഇഷ്ബാ പൂർത്തീകരണം. ഈ 2 രീതിയും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നമുക്ക് തവസ്സുത്ത് മധ്യ അതായത് മിതമായ രീതിയിൽ ദീർഘിപ്പിച്ചുകൊണ്ട് ഓതാം. അലം തറക അല്ല, വ്യത്യാസമുണ്ട്. ഫജ്റിൽ എന്താണ്, ഫായിന് ഫത്ഹുണ്ട്. ഫജ്ർ എന്ന് പറയുമ്പോൾ റാഇന് സുക്കൂനാണ് വഖഫ് ചെയ്യുമ്പോൾ വരുന്നത്. അതിന് മുമ്പിൽ തൊട്ട് മുമ്പിലുള്ളത് യാ അല്ലാത്ത സാക്കിനായ മറ്റൊരക്ഷരം, നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അതിൻ്റെ ഹുക്ം. എന്നാൽ അതിനു മുമ്പിലുള്ളതാവട്ടെ സാക്കിനായ അക്ഷരത്തിന് മുമ്പിലുള്ളത് ഫത്ഹോ ദമ്മോ ആണെങ്കിൽ റാഇനെ തഫ്ഖീം ചെയ്യണം. എന്നാൽ ഹിജ്റിൽ കസ്റാണ്, അതുകൊണ്ട് റാഇനെ തർക്കീഖ് ചെയ്യണം. ഹിജ്ർ വ്യക്തമായല്ലോ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ഇറമ എന്ന് പറയുമ്പോൾ റാഇന് തഫ്ഖീം വരണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അൽ ഇമാദ് അവിടെയും വഖഫിന് ദീർഘം വരും, അലിഫിനെ നീട്ടണം. ദാലിന് ഖൽഖലത്തും വരും. ഇറമ ദാതിൽ ഇമാദ്.
ലം യുഖ്ലഖ് മണിക്കാൻ പാടില്ല. മിസ്ലുഹ മിസ്ലുഹ എന്ന് സുക്കൂൻ ചലിച്ചു പോകരുത്. മിസ്ലുഹ ഫിൽ ബിലാദ് ഖൽഖലത്തോടുകൂടി വഖഫ് ചെയ്യുക. അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ്. അസ്സഖ്റ സഖ്റ സ്വാദ് ഖാ റാ മൂന്നും തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളാണ്. ആ പദം പ്രത്യേകം ശ്രദ്ധിക്കുക. وثمود الذين جابوا الصخر بالواد. ഫിർഔനിലെ റായിനെ തർക്കീഖ് ചെയ്യുക, നേർപ്പിക്കുക. റായിന് സുക്കൂനും മുമ്പിൽ കസ്റും വന്നതിനാൽ. വഫിർഔന ദിൽ ഔതാദ്. തഗൗ ത്വാ ഗൈന് തഫ്ഖീമിൻ്റെ രണ്ടക്ഷരങ്ങളാണ്. പെരുപ്പിച്ച് പറയണം, പ്രത്യേകം ശ്രദ്ധിക്കുക. الذين طغوا في البلاد. അക്സറു അക്സറു എന്ന കാഫിന് സുക്കൂൻ ചലിച്ചു പോകരുത്. അക്സറു فأكثروا فيها الفساد. സൗത എന്ന പദം ശ്രദ്ധിക്കുക. ത്വായിന് തഫ്ഖീം ചെയ്യണം. സൗത. ആ ത്വായിൻ്റെ തഫ്ഖീം കൊടുക്കുമ്പോൾ സീന് സ്വാദായി സൗത എന്നായി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. فصب عليهم ربك سوط عذاب. മിർസാദ് എന്ന പദത്തിൽ റായിന് തഫ്ഖീമാണ്. മിർസാദ് കാരണം റായിന് സുക്കൂനും മുമ്പിൽ കസ്റുമാണെങ്കിലും ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമായ സ്വാദാണ്, തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. എന്നതുകൊണ്ട് റായിനും തഫ്ഖീം കൊടുക്കണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അടുത്ത ആയത്തിൽ അൽ ഇൻസാൻ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക, ഇഖ്ഫ. റബ്ബുഹു ഫഅക്രമഹു വനഅമഹു. ഈ ഹായ്കളൊക്കെയും രണ്ട് ഹർക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. എന്നാൽ ഇദാ മബ്തലാഹു അത് നീട്ടാൻ പാടില്ല. കാരണം ഹായിന് മുമ്പിൽ സുക്കൂൻ ഉണ്ട്, അലിഫ് സുക്കൂനുള്ള അക്ഷരമായതുകൊണ്ട്. ഫയഖൂലു റബ്ബി അക്രമൻ. അക്രമൻ എന്ന പദവും ശ്രദ്ധിക്കുക. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول. അവിടെ വഖഫ് ചെയ്യാം. فيقول ربي أكرمن. إذا ما ابتلاه ഹായിന് ദീർഘം നൽകരുത്. فقدر عليه അവിടെയും ഹായിന് നീട്ടാൻ പാടില്ല. റിസ്ഖഹു നീട്ടണം, രണ്ട് ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം. وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن.
بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن